സ്പൈഡർമാൻ എന്നത് വില്ലൻസിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആ മാസ്കിൻ്റെ അകത്ത് പീറ്റർ പാർക്കറിന് ഒരു ലൈഫുണ്ട്. സോ ആ ഒരു സ്റ്റോറി ലൈൻ, പീറ്റർ പാർക്കർ ചെയ്യുന്ന സാക്രിഫൈസ് പോലെയുള്ള കാര്യങ്ങൾ ഈ ഗെയിമിൽ നല്ല ഡെപ്ത് കൊടുത്തിരുന്നു. ഇതൊക്കെ കാരണം കോമ്പാറ്റിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നല്ല സ്റ്റോറിയും കൊണ്ടുവരാൻ ഡെവലപ്പേഴ്സിന് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മെയിൻ സ്റ്റോറിയുടെ ഇടയിൽ MJയുടെ സ്റ്റോറി ലൈൻ ഒരു ഭാഗത്തുണ്ടാവും, അപ്പുറത്ത് മൈൽസിൻ്റെ സ്റ്റോറി ലൈൻ പോകുന്നുണ്ടാവും. ഇങ്ങനെ കുറേ ലെയേഴ്സ് ഈ ഒരു ഗെയിമിൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതായിരുന്നു. സ്വിങ് ആനിമേഷനും കോമ്പാറ്റും ഒക്കെ ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ തന്നെ നൽകുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഗെയിമിൽ ഫാസ്റ്റ് ട്രാവൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ ഫ്ലോയിൽ അങ്ങനെ സ്വിങ് ചെയ്ത് പോകുന്നത് തന്നെ ഒരു രസമാണ്. അതൊരു പ്രത്യേക ഫീല് തന്നെ തന്നിരുന്നു. സ്പൈഡർമാനിന് വേൾഡ് ഫുൾ അത്രയും ഫാൻസ് ഉണ്ടെങ്കിലും ഒരു നോർമൽ ഗെയിമർ, DC ഫാൻസ് അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഗെയിംസിനോട് അധികം താല്പര്യമില്ലാത്തവർക്ക് പോലും ഈ ഗെയിം ഇഷ്ടപ്പെടാൻ ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ആയിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ ഗെയിം കളിച്ചിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഈ ഗെയിമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. സോ ഞാൻ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറെ നല്ല വീഡിയോ കാണുന്നത് ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.